സ്കർട്ട് വിത്ത് ടോപ്പ് നമ്മൾ ചിന്തിക്കുമല്ലേ, ടീനേജ് പിള്ളേർക്ക് മാത്രമേ ഇണങ്ങുന്നു. പക്ഷെ നമുക്ക് വേണം കേട്ടോ. നമുക്കും കുറച്ച് ടീനേജ് ആയിട്ടൊക്കെ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ടീനേജ് പിള്ളേർക്കും പറ്റും കേട്ടോ. ഒരുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഉമ്മയ്ക്കും മോക്കും ഒരുപോലെ എടുക്കുന്ന തൊട്ട് അമ്മയ്ക്കും മോക്കോടെ ഒരുപോലെ എടുക്കാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള സ്കർട്ട് ആൻഡ് ടോപ്പ്. ഭയങ്കര രസമായിട്ട്, അതായത് കോൺട്രാസ്റ്റ് കളറും അല്ല എന്ന് ഭംഗിയാക്കുന്ന ഒരേപോലത്തെ കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു രസമായിട്ടുള്ള ഒരു സ്കർട്ട് വിത്ത് ടോപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബഡ്ജറ്റ് ഞാൻ പറയാം. ഫസ്റ്റ് കളർ തന്നെ ഉണ്ടോ, നല്ല രസമല്ലേ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, ഭയങ്കര ലുക്ക്. ഞാനതൊരു ഇൻസർട്ട് ചെയ്തിട്ടേക്കോ, പിന്നെ പുറത്തോട്ട് ഇടാട്ടോ, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഒരു ദൂരയാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു എങ്ങായിട്ട് നമുക്ക് തോന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ. എനിക്ക് വലിയ വയസ്സൊന്നും ഇല്ല കേട്ടോ, ഞാനീ പറയുന്നത് വെച്ചിട്ട് 36 കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. അതെ 36 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ആ ഒരു ഏജിലുള്ളവർക്കും 40 ഒക്കെ വരുന്നവർക്കൊക്കെ ഇടാമല്ലേ. 40 വയസ്സ് അതായത് ഡോളി ചേച്ചി അത് കാണിച്ചു കൊടുത്തേരണ്ട, ഡോളി ചേച്ചി വരെ ഇടും കേട്ടോ സ്കർട്ട് ആൻഡ് ടോപ്പ്. അപ്പം പിന്നെ എന്താ, ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് അങ്ങനത്തെയൊക്കെ വെറൈറ്റീസ് ഒക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ഡോളി ചേച്ചി ഭയങ്കര എന്താ പറയുക, കൊച്ചു പിള്ളേരെ കൂട്ട് കൊച്ചു ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുക ഭയങ്കര എങ്ങായിട്ട് തോന്നും. അപ്പോൾ ഓരോ ഡ്രസ്സിനെയും നമ്മളെയും കൂടെ മാറ്റാൻ സാധിക്കും, ഓരോ ഡ്രസ്സിനും. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങും നമുക്ക് നല്ലതാക്കി കൊടുത്താൽ സൂപ്പറാണ്. അപ്പോൾ നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഐറ്റമാണ്. സൂപ്പറായിട്ടുള്ള വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ്. എല്ലാ കളേഴ്സും ഇടുക കേട്ടോ. സെക്കൻഡ് വരുന്നതാ നല്ലൊരു ഇതിടാന്ന് വിചാരിച്ചതാ, പിന്നെ മാറ്റിയിട്ട് വീണ്ടും എൻ്റെ ദുപ്പട്ടയ്ക്ക് മാച്ചിങ് വരുന്ന രീതി ഞാനങ്ങ് എടുത്തിട്ടേ. കാരണം ദുപ്പട്ട എപ്പോഴും താഴോട്ട് പോയി എടുക്കുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് എപ്പോഴും ഓരോന്നോരോന്ന് പോയി എടുക്കണ്ടല്ലോ. നമ്മുടെ വീഡിയോ എപ്പോഴത്തേക്ക് ലാഗായിപ്പോൾ. അപ്പോൾ ഈ കളറും അടിപൊളിയായിട്ട് ഇട്ട് കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലായാണ് എൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ ഇടാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് അടുത്തതുണ്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. വാഷിംഗ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ. അതും 980. വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. അടുത്തതാണ്. അടുത്ത കളർ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാഷിംഗ് മെഷീനിൽ വന്നിട്ട് കഴുകാൻ നിൽക്കില്ല. കാരണം ഈ ബട്ടൺസ് ചിലപ്പം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഇളകി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴുകാനൊന്നും നിൽക്കില്ല കേട്ടോ. ആ വാഷിംഗ് മെഷീനിലൊന്നും ഇടാതെ നമ്മുടെ ഹാൻഡ് വാഷ് നമുക്ക് കൈകൊണ്ട് കഴുകുന്നതല്ലേ ഏറ്റവും ബെറ്റർ അല്ലേ. അങ്ങനെ കഴുകാൻ നോക്കുക. അടുത്ത് വരുമ്പോൾ ഒരു ഐസ് ബ്ലൂ ആണ്. സ്റ്റൈലായിട്ടുള്ളൊരു ഐസ് ബ്ലൂ സ്കർട്ട് ഇങ്ങനെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം. അതുപോലെ ഈ ടോപ്പ് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കളറാണ് ലാസ്റ്റ് കളർ നല്ലൊരു ബ്ലാക്ക് ആർക്കും ഉപേക്ഷിക്കാൻ തോന്നില്ല. ഞാൻ ഈ ബ്ലാക്ക് എടുത്തിടാൻ ഒരുങ്ങിയത് പിന്നെ എപ്പോഴും ബ്ലാക്ക് ആണല്ലോ ഇടുന്നതെന്ന് വെച്ചിട്ട് മാറ്റിയതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് കയറി പർച്ചേസ് ചെയ്യാനുള്ള നിങ്ങൾ കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപോലെ എടുക്കാൻ പറ്റും നല്ലൊരു മോഡേൺ ഡ്രസ്സ്. അതും ഈ ഒരു പ്രൈസ് കൊണ്ടുവന്നതല്ലേ, 980 അല്ലേ ഉള്ളൂ. തീരുവാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാം. ലിങ്ക് എന്ന് മാത്രം കമൻറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.